2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത് വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന പ്രധാന കാര്യം, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവവചനം ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട TJ ശമൻ സാറും അക്കാര്യം നമ്മളോട് പ്രസ്താവിച്ചു. ബഹുമാനപ്പെട്ട പ്രഭാറ്റി തങ്കച്ചൻ പാസ്റ്റർ സംസാരിച്ചതും ദൈവ സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നല്ലോ. തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ എഴുത്തിൻ്റെ പശ്ചാത്തലം ഈ കാലഘട്ടവുമായി ബന്ധമുള്ളതുകൊണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ നിർബന്ധിക്കപ്പെടുന്നു. തെസ്സലോനിക്ക ലേഖനം എഴുതിയത് അന്നത്തെ സഭ നേരിട്ട 2 വലിയ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായിട്ടായിരുന്നു തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ രചന നടക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അതിൻ്റെ ആദ്യ കാരണം പറയുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനം 1:4. അതിങ്ങനെ പറയുന്നത്, നിങ്ങൾ സഹിക്കുന്ന ഉപദ്രവങ്ങളും കഷ്ടങ്ങളും. 2-ാമത്തെ കാരണം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. കർത്താവിൻ്റെ നാളടുത്തിരിക്കുന്നു എന്ന് വെച്ച് ലേഖനങ്ങളും ദൈവത്തിൻ്റെ വചനം എന്ന ധാരണയിൽ വരുത്തുന്ന എഴുത്തുകൾ, ലളിതമായി പറഞ്ഞാൽ ദുരുപദേശത്തിൻ്റെ ഒരു സ്വാധീനം. ഈ 2 വിഷയങ്ങളെ പ്രതിരോധിക്കാനുള്ള ദൈവാത്മാവിൻ്റെ നീക്കമായിരുന്നു ഈ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ രചനയുടെ ഇതിവൃത്തമായി നിൽക്കുന്നത്. ഞാൻ നമ്മുടെ സമൂഹത്തിൻ്റെ നേതൃത്വത്തെ ഈ തരത്തിൽ ഈ വേദിയിൽ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട TJ ശമൽ സാറിൻ്റെ അക്ഷീണയജ്ഞമായ ഒരു പുസ്തക പ്രകാശനം ഇന്ന് നടന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടിയ പല യോഗങ്ങളിലും സാറ് പറഞ്ഞ് ഞാൻ അറിയാനിടയായി, ഒട്ടും വിശ്രമമില്ലാതെ ഇക്കാര്യത്തിന് വേണ്ടി അധ്വാനിക്കാനിടയായി. നമ്മുടെ സമൂഹത്തിൽ മാത്രമുള്ള നിലയ്ക്കാത്ത പ്രാർത്ഥന 800 ചില്ലുവാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് നൈരന്തര്യമായി നമ്മുടെ ഇടയിൽ തുടരുന്നു. ഞാൻ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പം സാറിനെ 2 വാക്ക് പൊക്കി പറയാൻ വേണ്ടി ഒന്നുമല്ല ഇത് പറയുന്നത്. നമ്മുടെ സമൂഹം ഇക്കാര്യത്തിൽ മറ്റേത് സമൂഹത്തെക്കാളും ഒരു പിടി മുന്നിൽ ഉപദേശത്തിൻ്റെ വിഷയത്തിലും ഇനിയൊരു കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നല്ല കയ്യടി, ഒരു നല്ല സ്തോത്രം ഈ നേതൃത്വത്തിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന വചനവും അത് ബന്ധമുള്ളത് കൊണ്ടാണ്. സാറ് പറഞ്ഞല്ലോ, ദുരുപദേശം നമ്മുടെ ഇടയിൽ ചിലരെ അപഹരിക്കുന്ന കാര്യത്തിലേക്ക് വന്നപ്പോൾ കുറേ പേര് നഷ്ടപ്പെട്ടു പോയി എന്ന് പരിതപിക്കുന്നതിന് പരിഹാരം, ഇനിയും ഒരു നഷ്ടമുണ്ടാകാത്ത വിധം അതിനൊരു പ്രതിരോധ കോട്ട ഉയർത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പൈതലിൻ്റെ ലക്ഷ്യം. അങ്ങനെ ദർശനമുള്ള ഒരു നേതൃത്വം നമ്മുടെ സമൂഹത്തിന് ദൈവം തന്നതോർത്ത് അവർ ഇനിയവും പ്രതിഭാശാലികളായി അക്ഷീണരായി ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വചനത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും പോവുകയാണ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ലേഖനം എഴുതുന്നതിൻ്റെ കാര്യം ഞാൻ വാക്കാൽ ഓർമ്മിപ്പിച്ചല്ലോ. 2 വിഷയങ്ങൾ, 1 ഉപദ്രവം, 2 ദുരുപദേശം. ഈ 2 പ്രതിസന്ധികൾ ഇന്ന് തുടങ്ങിയതല്ല. ദൈവസഭയുടെ ആരംഭകാലം തൊട്ട് ദൈവജനത്തിനെതിരെ ശത്രു ഉപയോഗിക്കുന്ന ഒരു വലിയ കുടില തന്ത്രമാണ് പീഡനം അഴിച്ചുവിടുക എന്നുള്ളത്. അപ്പം നമ്മൾ ചോദിക്കും, പീഡനത്തിന് മറുപടി പുസ്തകമാണെന്ന് ആര് പറഞ്ഞു? വിശുദ്ധ വചനം എവിടെങ്കിലും പറഞ്ഞാൽ പീഡനം നിൽക്കുമോ എന്നൊരു സാധാരണ ചോദ്യമുണ്ടാവാം. വേദപുസ്തകത്തിൻ്റെ ചരിത്രം നോക്ക്.
കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭ പീഡനങ്ങളെ ജയിച്ചത് അടിക്ക് തിരിച്ചടി നടത്തിയല്ല, മറിച്ച് പ്രതിസന്ധികളുടെ നടുവിലൂടെ ഒരു ദൈവസഭയ്ക്ക് കടന്നു പോകാനുള്ള വചനത്തിൻ്റെ ഉൾക്കരുത്ത് അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രതിസന്ധികളെ അവർ ചാടിക്കടക്കുന്ന ഒരു ജനതയായി മാറി. അവർ ഒരിക്കലും അടിക്ക് തിരിച്ചടിയല്ല നടത്തിയത്, പ്രതിസന്ധികളെ ജയിക്കുന്ന ഒരു വചന വ്യാപാരം അവരുടെ ഇടയിലുണ്ടായി. നമുക്കറിയാം, ആദിമസഭ നേരിട്ട പ്രശ്നങ്ങൾ, ആദ്യത്തെ അത്ഭുതത്തിന് പോലും പ്രശ്നം നേരിട്ട സഭയാണ് ദൈവസഭ. ഒന്നാമത്തെ അത്ഭുതം അല്ല എങ്കിലും രണ്ടാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നടക്കുന്ന അത്ഭുതം ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രഭ അല്പവാക്കാൽ പറഞ്ഞല്ലോ. പത്രോസിൻ്റെ കാര്യം, അവിടെ ഒരു മനുഷ്യനൊരു ഉപകാരമുണ്ടായത് അമ്മയുടെ ഗർഭം തൊട്ട് നടന്നിട്ടില്ലാത്ത മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതൊരു പ്രശ്നമായി മാറി. അവസാനം അത് ഇനിയും ഈ ഉപദേശം പ്രസംഗിക്കല്ലെന്ന താക്കീതിലേക്ക് വന്നു. അതിനെതിരെ സഭ കൈക്കൊണ്ട മാർഗം എന്തായിരുന്നു? ഉപദേശിക്കല്ലെന്ന് പറഞ്ഞ ഈ വചനം ധൈര്യത്തോട് ഉപദേശിക്കുന്നവരായി മാറി. എവിടെ പ്രസംഗിക്കല്ലെന്ന് പറഞ്ഞു അവിടെ പ്രസംഗിക്കുന്നവരായി മാറി. അതിനവരെ കരുത്തരാക്കിയത് ദൈവസഭയിൽ അന്ന് വ്യാപരിച്ച പരിശുദ്ധാത്മാവാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്നും ദൈവസഭയ്ക്ക് മുന്നോട്ടുള്ള യാത്ര സാധ്യമാകണമോ, വചനത്തിൻ്റെ ശക്തമായ വ്യാപനം നമ്മുടെ ഇടയിലുണ്ടാവണം. ഞാൻ അപ്പോസ്തലന്മാരെ ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തു നിന്ന് പിന്മാറേണ്ടി വരുന്നു. ആദിമസഭയിൽ അത്ഭുതം നടത്തിയ അപ്പോസ്തലന്മാരെ നോക്കിയാൽ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് കൊണ്ട് അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ളവരല്ല, ഭയങ്കര പശ്ചാത്തലങ്ങളും അവർക്കില്ല. ഞാൻ വേണേ ഇങ്ങനെ പറയാറുണ്ട്, വലിയ സെറ്റപ്പ് ഒന്നുമില്ല, വലിയ ഗെറ്റപ്പുമില്ല, പക്ഷെ ഒടുക്കത്തെ പിക്കപ്പാ. എത്ര ഒരു സെറ്റപ്പ് ഒന്നുമില്ലെങ്കിലും വലിയ ഗെറ്റപ്പ് ഒന്നും കാണാനില്ലെങ്കിലും അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അതിനെ തടയാൻ കഴിയുന്ന ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, ദൈവസഭയുടെ കരുത്ത് നമ്മുടെ സെറ്റപ്പ് അല്ല. ദൈവസഭയുടെ കരുത്ത് നമ്മുടെ മറ്റേതെങ്കിലും തരത്തിൽ ബാഹ്യമായി കാണുന്ന മേക്കപ്പുകളല്ല. നമ്മുടെ കരുത്ത് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമാ. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവസഭയുടെ കരുത്ത് ദൈവസഭയുടെ അഭിഷേകമാ. ഇന്നു രാത്രികാലം തിരിച്ചറിയണമേ, നമ്മൾ ഈ നാട്ടിൽ ഇനിയും പ്രതിസന്ധി ഉണ്ടാവത്തില്ലെന്ന് കരുതുന്നുണ്ടോ? ഇനിയും പ്രതിസന്ധി ഉണ്ടാവാം, ഇനിയും പീഡനങ്ങൾ വർദ്ധിക്കാം. അതിനെതിരെ നമുക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഭരണകൂടങ്ങളെ വിമർശിക്കുന്നില്ല, പക്ഷേ ഇന്നും എന്നും ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനെ നമുക്ക് ജയിക്കാൻ കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രതിസന്ധി സഭ ചാടിക്കടക്കും, ഈ പീഡനങ്ങളെ ദൈവസഭ മറികടക്കും, ഈ ശൂന്യതകളെ ദൈവസഭ മറികടക്കും. അതെങ്ങനെയെന്നറിയാമോ? ഈ ദൈവവചനത്തിന്റെ വ്യാപാരം നമ്മുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ. ഞാൻ ഒരു കാര്യം ഉറക്കെ ശക്തമായി ഈ രാത്രി പറയാം, ഈ കൺവെൻഷൻ തീരുമ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ദൈവപ്രവർത്തികളുടെ വേദികളിലേക്കായിരിക്കും. ഞാൻ ഒരു കാര്യം ഉറക്കെ വിശ്വസിക്കുന്നു, ദൈവസഭയുടെ കരുത്ത് കെട്ടിടമല്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കെട്ടിടം വേണ്ടെന്നല്ല, സെറ്റപ്പ് വേണം, ഗെറ്റപ്പ് വേണം, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ മഹത്വം ഭയങ്കര കെട്ടിടങ്ങളല്ല, നമ്മുടെ മഹത്വം ഭയങ്കര വിശാലമായ മണിസൗധങ്ങളല്ല. നമ്മുടെ മഹത്വം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതിന്ന് രാത്രി എത്ര ദൈവദാസന്മാർ തിരിച്ചറിയുന്നുണ്ട്? എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറക്കെ പറയുന്നു, നമ്മളെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ നാട്ടിൽ ഇനിയവും ജനം രക്ഷിക്കപ്പെടും, ഇനിയവും സഭ സ്ഥാപിക്കപ്പെടും, അത്ഭുതങ്ങൾ നടക്കും, ദൈവപ്രവർത്തികൾ നടക്കും. കാരണം ദൈവവചനത്തിന് ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ തെസ്സലോനിക്ക സഭയിൽ വചനത്തിൻ്റെ സ്വാധീനം വളരെ ശ്രദ്ധേയമായിരുന്നു.
1 തെസ്സലോനിക്ക ലേഖനത്തിലെ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കാണിക്കാം. വചനത്തിന് അവരുടെ ഇടയിൽ എന്തുമാത്രം സ്വാധീനമുണ്ടായിരുന്നു. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നാം കാണുന്ന ഒരു കാര്യം, അതിൻ്റെ 5-ാം വാക്യം 1, സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടെയും പരിശുദ്ധാത്മാവോടെയും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അവരുടെ ഗുണം 6-ാം വാക്യം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. പ്രശ്നം വന്നപ്പോൾ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. തീർന്നില്ല. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം കഴിഞ്ഞിട്ട് അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വന്ന് 2:13, ഞങ്ങൾ പ്രസംഗിച്ച വചനം വായിക്കാമോ? ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല അല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ അടുത്തത്, ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. അടുത്ത വാക്ക്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ആ വാക്ക്. വചനം നമ്മുടെ ഇടയ്ക്ക് വന്നെന്ന്. ഇന്ന് രാത്രിയിലും ഈ വചനം നമ്മളായിരിക്കുന്നിടത്ത് വരും. പണ്ട് കാലത്ത് ദൈവം ഓപ്പറേഷൻ നടത്തിയ അതേ സിദ്ധാന്തം ഇന്നും ദൈവം ചെയ്യും. എത്ര വലിയ കാരാഗ്രഹത്തിൽ ആമേൻ, ഏത് വലിയ പൂട്ടിയാലും നിന്റെ അടുക്കൽ ഈ വചനം വരും. നിന്റെ അടുക്കൽ ഈ വചനം വന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വേഗത്തിൽ വ്യാപിച്ച് മഹത്വപ്പെടും. പുസ്തകത്തിൽ വ്യാപിക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ച് വചനം പറയുന്നുണ്ട്. 1 പരിശുദ്ധാത്മാവ്, 2 ദൈവത്തിൻ്റെ വചനം. നോക്കൂ, ഇത് 2ഉം സൃഷ്ടിക്കുന്ന സാധനമാ. പരിശുദ്ധാത്മാവ് സൃഷ്ടി നടത്തുന്ന സാധനമാ. ആമേൻ, ദൈവവചനം സൃഷ്ടി നടത്തുന്ന സാധനമാ. ഇത് 2ഉം ഒരു വ്യക്തിയിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ അത് നടക്കുന്ന റിസൾട്ട് ചെറുതല്ല. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ കരുതുന്നുണ്ട്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം എത്ര വരണ്ട ഭൂമിയാകട്ടെ, നീ ആയിരിക്കുന്ന സ്ഥലം എത്ര പ്രതിസന്ധി ഉണ്ടാകട്ടെ, നിങ്ങളെ ഒടുക്കിക്കളയുമെന്ന് ആര് വെല്ലുവിളിക്കട്ടെ, ഇന്ന് രാത്രി ഉറക്കെ പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ദൈവസഭയെ ഒരു കൊയ്ത്ത് നമുക്കുണ്ട്. ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു, ഈ കൺവെൻഷൻ ഇതേ വേദിയിൽ 40 ദിവസം ഉപവാസം നടന്ന ഒരു വേദിയാണ്. അവിടെ പരിശുദ്ധാത്മാവ് വരും കാലങ്ങളിൽ ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന ദൈവപ്രവർത്തികൾ പറഞ്ഞതാണ്. ഞാൻ അതൊരു കഥയായി വിശ്വസിക്കുന്നില്ല, ഞാൻ അതൊരു ഉറപ്പുള്ള സത്യമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ രാജു തോമസ് ഒക്കെ അദ്ദേഹം ഇവിടെ നടന്ന പ്രാർത്ഥനയുടെ അവസാന പകലിൽ സംസാരിച്ചൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുമെങ്കിൽ ആ വ്യാപരിക്കുന്ന അഭിഷേകത്തെ തടയാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ലെന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞെങ്കിൽ ഈ രാത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ദൈവസഭയോട് ഒരു ദൂത് കൈമാറുന്നു. അവൻ ഇന്നത്തെ പ്രതിസന്ധി ഭയക്കണ്ട, ഇന്നത്തെ പീഡനം ഭയക്കണ്ട, ഇന്നത്തെ ഒറ്റിക്കൊടുക്കൽ ഭയക്കണ്ട, ഇന്നത്തെ മാറിപ്പോക്കൽ ഭയക്കണ്ട. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ സഭയെ പണിയും. ഉറക്കെ നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് അതിന് ഉറപ്പ് കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ ആ വാദം അവിടെ നിർത്തേണ്ടുന്നത് ദൈവമഹത്വം എന്ന വിഷയം എന്താന്ന് പറഞ്ഞാത്തോണ്ടാ. ഈ പശ്ചാത്തലത്തിൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പം പൗലോസ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് സുവിശേഷം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വിളിയുടെ ലക്ഷ്യം നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. ഒത്താ കിട്ടട്ടെ എന്നല്ല, പർപ്പസ്ഫുള്ളായിട്ടുള്ള ലക്ഷ്യം വെച്ച വിളി ഇതാണ്, ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട പ്രഭ വളരെ നന്നായി പഴയ നിയമത്തിൽ നിന്ന് ആ ഭാഗം പറഞ്ഞു. ബഹുമാനപ്പെട്ട TH സാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ചുരുക്കം മിനിറ്റുകളിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള തൻ്റെ ഹിതം നാം അവിടുത്തെ മഹത്വത്തിലേക്ക് എത്തണം എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ചില മിനിറ്റ് എടുത്ത് സംസാരിക്കുന്നത് എന്താ ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ മഹത്വം എന്ന് വിശുദ്ധ ബൈബിൾ
പറയുന്ന വിശദീകരണത്തിലേക്ക് ഞാനൊരു വാക്കിൽ ഒരു നിമിഷം നിങ്ങളെ കൊണ്ടുപോകാം. ഞാനതിൻ്റെ ഗ്രീക്കോ ഹെബ്രുവോ പദവും പറയുന്നില്ല. കാവേദ് എന്ന് പറഞ്ഞ പദം ഹീബ്രു ആയിട്ടും ഡോക്സ എന്ന പദം ഗ്രീക്കിൽ നമുക്ക് ആ പദത്തിൽ കാണാം എന്നൊക്കെ ഉള്ളത് വചന വായന പഠനം നടത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളത്, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കേവലം ഒരു പ്രകാശം അല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരലങ്കാര വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്. എവിടെങ്കിലും ഒരാളങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി വെട്ടവും വെളിച്ചവും ഉണ്ടായിക്കോട്ടെ, ഒന്ന് റെക്കഗ്നൈസ് ചെയ്തേക്കാൻ, തിരിച്ചറിയാനുള്ള ഒരു വെളിച്ചമല്ല ദൈവ തേജസ്. ഇന്ന ആൾ ഇന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല ദൈവ തേജസ്സിനെ പറയുന്നത്. മറിച്ച് ദൈവ തേജസ് അഥവാ ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളത്, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേദപുസ്തകത്തിൽ ഉടനീളം വെളിപ്പെടുത്തി സംസാരിക്കപ്പെട്ട ഒരു ദൂതാണത്. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാൻ പ്രധാനമായും വേദപുസ്തക ഭാഷയിലുള്ളത് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 32 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗത്ത് ദൈവ തേജസ്സിൻ്റെ ലക്ഷ്യം പറയുന്നുണ്ട്. എന്തിനാണ് ദൈവമഹത്വം നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്നതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ദൈവ തേജസ്, ദൈവമഹത്വം എന്നൊക്കെ പറയുന്നത് അതെന്തിനാണ്? ഞാൻ വീണ്ടും പറയുന്നു, അത് ദൈവത്തിൻ്റെ അലങ്കാരമല്ല. ആലയത്തിൽ വെളിപ്പെട്ട പ്രസംഗത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഐസക് വി മാത്യു സാറ് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം കേന്ദ്രീകരിച്ച് ഒരു അസാധാരണമായ മെസ്സേജ് നമുക്ക് നൽകിയത് ഞാൻ ഓർക്കുന്നു. ഞാനത് രേഖപ്പെടുത്തിയ ഒരാളായതുകൊണ്ട് എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. അത് ദൈവ തേജസ് എന്ന് പറയുന്നത് അവിടെ ഇറങ്ങി വന്നത് ആലയത്തെ ഒന്ന് നിറച്ചിട്ട് പോകാമെന്നല്ല, മറിച്ച് അവിടുത്തെ ദൈവ തേജസ്സിൻ്റെ ലക്ഷ്യം അന്നത്തെ സഭ അല്ലെങ്കിൽ ആ സമൂഹം അല്ലെങ്കിൽ ആ രാജ്യം, ഒരു രാജാവ് നഷ്ടപ്പെട്ട് അവരുടെ സിംഹാസനത്തിൽ ഇരുന്ന വ്യക്തി മരിച്ചു, ഇപ്പോൾ ആ സിംഹാസനം കാലിയായി കിടക്കുകയാണ്. അങ്ങനെ കാലിയായി കിടക്കുന്ന ഒരു സിംഹാസനമുള്ള രാജ്യത്ത് ആ ജനതയോട് പറയുന്നു, മനുഷ്യനെന്ന നേതാവ് മരിക്കും, പക്ഷേ പേടിക്കണ്ട, മരിക്കാത്ത ഒരു ഉടമസ്ഥൻ നിങ്ങൾക്ക് മുകളിലുണ്ടെന്ന ബോധ്യവുമായി ഇറങ്ങി വരുന്നൊരു ദൈവ തേജസ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ദൈവ തേജസ് കേവലം അവിടെ ഇറങ്ങി വന്ന് ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതായിട്ടല്ല പുസ്തകം നമ്മളെ കാണിക്കുന്നത്. അത് അവിടെ വരുത്തുന്ന നിയോഗങ്ങളുണ്ട്. നോക്കൂ, ആ തേജസ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ദാസനായ യെശയ്യാവിന് ബോധ്യമായി താനാരാണെന്നുള്ള ബോധ്യം, തൻ്റെ പരിമിതി എന്താണെന്നുള്ള ബോധ്യം. തീർന്നില്ല, ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഒരു നിയോഗം അവിടെ വരികയാണ്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള നിയോഗം. അങ്ങനെയാണെങ്കിൽ ദൈവ തേജസ്, ദൈവ മഹത്വം ഒരിടത്ത് ഇറങ്ങി വരുന്നത് ഒരു അലങ്കാരത്തിനല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യിക്കാനല്ല, മറിച്ച് ശക്തവും വ്യക്തവും നിയോഗിതവുമായ ഒരു ലക്ഷ്യം അതിൻ്റെ പിറകിലുണ്ട്. ആവർത്തന പുസ്തകം എടുത്തു വെച്ചിട്ട് ഞാൻ ആ ഭാഗം വായിപ്പിക്കുന്നില്ല, വായിക്കാനുള്ള സമയമില്ല. 39-ാം വാക്യം വായിക്കാൻ പറ്റുമോ? എടുത്തു വെച്ചിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 39-ാം വാക്യം. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. നീ അറിഞ്ഞ് മനസ്സിൽ വെച്ചോണം. ഇതിനാ ഞാൻ ഇറങ്ങി വന്നേക്കുന്നേ. നിന്നെ ദൈവ തേജസ് വരുത്തുന്നത് ചില കാര്യങ്ങൾ നീ അറിഞ്ഞ് മനസ്സിൽ വെക്കുക. എന്താ അറിയേണ്ടത്? നിങ്ങൾക്കറിയാം, ആ വേദഭാഗം ശാന്തമായി വീട്ടിൽ പോയി പഠനമാക്കുന്നത് നല്ലതായിരിക്കും. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, 32-ാം വാക്യം തൊട്ട് അത് തുടങ്ങുന്നത്. ഞാനിനി വായിപ്പിക്കത്തില്ല, എൻ്റെ മുമ്പിലുള്ള ടൈമർ എന്നെ അതിന് സമ്മതിക്കുന്നില്ല. ആ 32-ാം വാക്യം തൊട്ട് പറയുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ ചരിത്രം പറഞ്ഞാണ് തുടങ്ങുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ആദികാലം തൊട്ട് ഇങ്ങനെ ഞാൻ ചെയ്ത ഒരു ചരിത്രമുണ്ടോ എന്ന് ദൈവം പറഞ്ഞു തുടങ്ങുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിക്ക് മുൻപുള്ള ചരിത്രം തൊട്ട് മനുഷ്യനെ ഉണ്ടാക്കിയ കാലഘട്ടത്തിലൂടെ പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ഇറങ്ങി വന്നത് ഇങ്ങനൊരാളുണ്ടെന്ന് കാണിക്കാനല്ല, നിങ്ങളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പാസ്റ്റർ പ്രഭ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വരുന്നത് ഒരിളക്കിപ്പെരുപ്പത്തിനല്ല, എന്തെങ്കിലും ഒരു കൃത്രിമത്വം സൃഷ്ടിക്കാനല്ല. അതിറങ്ങി വരുന്നതിൻ്റെ പിറകിൽ വ്യക്തമായ അജണ്ടയുണ്ട്.
അർത്ഥമുണ്ട്, വ്യക്തമായ ഭാവമുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട്. നോക്കൂ, ദൈവമഹത്വം അന്ന് അവിടെ ഇറങ്ങി വന്നത് കേവലം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പോകാൻ വന്നതായിരുന്നില്ല. അബ്രഹാം എന്ന വ്യക്തിയെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിളിക്ക് പിന്നിലെ കാര്യം പ്രവർത്തികളുടെ പുസ്തകത്തിൽ ലൂക്കോസ് പറയുന്നുണ്ട്. തേജോമയനായ ദൈവം, ദ ലോർഡ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ ദൈവം പ്രത്യക്ഷമായി. വിഗ്രഹത്തെ ഉണ്ടാക്കി ജീവിച്ച വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ വന്ന് പെട്ടെന്നൊരു വാക്ക് കേട്ട് ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇറങ്ങുന്നേ. സ്തോത്രം. കാരണം അവിടെ ഇറങ്ങി വന്നവൻ വലിയവനാണെങ്കിൽ അവൻ പ്രപഞ്ചമുണ്ടാക്കിയ അതിൻ്റെ ശക്തി അറിയാൻ വേണ്ടി പുതിയ നിയമത്തിൽ നിന്ന് ഞാനൊരു ഉദാഹരണം പറയാം. കാശ് വീണ കവണ്ണ് വീഴുന്ന ആളായിരുന്നു സക്കായി. ആ സ്വഭാവം കൊണ്ട് പുള്ളി, നാട്ടുകാർ പോലും പുള്ളിയെ പാപി എന്നാ വിളിച്ച്. ആ മനുഷ്യൻ ദാണ്ട് മരത്തെ കയറിയിരിക്കുക. യേശു അവിടെ ചെന്നു, കണ്ടു, ഇങ്ങനെ പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, എനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാ. നിങ്ങൾ അടുത്ത വാക്ക് കാണുന്നത് ശ്രദ്ധിച്ചോ. സക്കായി ഇറങ്ങി വന്നിട്ട് ആദ്യം പറയുന്നത്, അയ്യോ എൻ്റെ വീട് അങ്ങനെ ഇങ്ങനൊന്നുമല്ല. ആകെ പറയുന്നത്, ഞാൻ അനധികൃതമായി മേടിച്ചതെല്ലാം തിരിച്ചു കൊടുത്തേക്കാം. സക്കായി, ഓ ഇയാൾ പേടിച്ചത് പറയുന്നതാണോ? അല്ല, പിന്നെന്താ ഇങ്ങനെ ഈ മരത്തേന്ന് താഴെ വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തു മാറ്റമുണ്ടായി? ഇത്രയേ ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി. മരത്തേന്ന് താഴെ വന്നപ്പോഴത്തേക്ക് അവനെ കെട്ടിയ ആ സമ്പത്തിൻ്റെ ഭ്രാന്ത് അവൻ അഴിഞ്ഞു. അവൻ പറയുന്നു, ഇനിയും ഞാൻ 4 മടങ്ങ് ദൈവത്തിന് കൊടുത്തോളാം. എന്താ രഹസ്യമെന്നറിയാമോ? ദൈവ സാന്നിധ്യം ദൈവ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നതാ. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പ്രഭയും ഞാനും ഒരു വിഷയത്തിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് പറയുന്നതാ. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മാനസാന്തര വൃത്താന്തം പ്രവർത്തികളുടെ പുസ്തകത്തിൽ 3 പറയുന്നുണ്ട്. ആ 3 പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവസഭയെ കൊന്നുമുടിക്കാൻ ഇറങ്ങിത്തിരിച്ച് സഭ എന്ന് പറയുന്നത് അവൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ്, അവൻ സാധാരണയല്ല, വണ്ടി പിടിച്ചു കൊണ്ടുപോകുമെന്നല്ല, വലിച്ചിഴച്ചുകൊണ്ട് ദമസ്കോസിൽ നിന്ന് കൊണ്ടുപോകാൻ ഇറങ്ങിത്തിരിച്ച പൗലോസ് എന്ന് പറയുന്ന ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നപ്പോൾ സൂര്യനെ വെല്ലുന്ന ഒരു ഭയങ്കര വെളിച്ചം അവനെ തട്ടിയപ്പോൾ, നിങ്ങൾക്കറിയാമോ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, അതുവരെ യേശു അവന് വിരോധിയായിരുന്നെങ്കിൽ അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ. ഒരൊറ്റ വെട്ടമടിച്ചപ്പോഴത്തേക്ക് യേശു വിരോധിയല്ല, യേശു അവന് കർത്താവായി മാറി. അവൻ്റെ കയ്യിലുള്ള അധികാരപത്രത്തിൻ്റെ വില അവൻ അറിഞ്ഞു. അത് ചുരുട്ടിക്കളയാനുള്ള പേപ്പറാ. എന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എന്താ കാര്യം? അത് വെളിപ്പെടുന്ന ദൈവ തേജസ്സ. ഞാൻ വിശ്വസിക്കുന്നു ഇത് മലയാളം ഡിസ്ട്രിക്റ്റിൽ വെളിപ്പെട്ടാൽ നമ്മുടെ സഭകൾ വളരും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കൺവെൻഷനിൽ അത് നടക്കും. ഒരു ദൈവപ്രവൃത്തിയുടെ അത്ഭുതം നടക്കും. അങ്ങനെ നടക്കാതെ പോകില്ല. കാരണം ഈ ഭക്തന്മാർ പ്രാർത്ഥിച്ച അനേക ദൈവമക്കൾ കരഞ്ഞ കരച്ചിൽ വെറുതെയാകാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നു രാത്രി ഉറക്കെ ദൈവസഭയ്ക്ക് ഈ ദൂത് കൈമാറുന്നു, നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യും. ദൈവ തേജസ് എന്ന് പറയുന്നത് കേവലം ഒരു ഇളക്കിപ്പെരുപ്പമല്ല. ഞാനിനി അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് എൻ്റെ വരട്ടെ. ആ വാക്കിനോടൊരു നീതിക്ക് വേണ്ടിയാണ്. ദൈവമഹത്വം പ്രാപിക്കുക. അപ്പോൾ ഇത് പ്രാപിക്കേണ്ടതാ. എങ്ങനെ ഈ മഹത്വം പ്രാപിക്കണ്ടേ? ദൈവമഹത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വേദപുസ്തകം അർത്ഥമാക്കുന്നത്? 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. അതിൽ 1-ാമത്തെ വാക്യം വിശുദ്ധ വചനത്തിൽ നാം കാണുന്നു. ദൈവമഹത്വം വെളിപ്പെടുക എന്ന വാക്കിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നൊരു വാക്യമാണ്. 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ആ 17-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുക. അപ്പം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ല. ഇത് അർത്ഥം മനസ്സിലാകാൻ വേണ്ടി പറയാം.
എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ച് പറയുന്നൊരു വാക്ക് പറഞ്ഞിട്ട് പറയുന്നു, അവൻ ആ മഹത്വം സ്വതവേ എടുത്തതല്ല, മറിച്ച് ഒരാളിൽ നിന്ന് പ്രാപിച്ച പ്രാപിക്കപ്പെട്ട മഹത്വമാണ്. അങ്ങനാണെങ്കിൽ പുതിയ നിയമ ദൈവസഭയും ദൈവമഹത്വം പ്രാപിക്കാനുള്ള ഒരു ഉറവിടമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്കാണ്. ഇനിയും കർത്താവിൻ്റെ അടുക്കലുള്ള ആ ദൈവമഹത്വം പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് 17-ാം അധ്യായത്തിലെ തന്നെ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗം, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ എനിക്ക് നൽകിയ മഹത്വം, നീ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്തും അവരും എന്നോടുകൂടെ ഇരിക്കണം. സത്യത്തിന് ആരാധനയെക്കുറിച്ച് തർക്കിച്ച, ക്രൂശീകരണത്തെക്കുറിച്ച് തർക്കിച്ച പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മറുരൂപമല എന്ന് പറയുന്ന ആ പരീക്ഷണശാലയിലേക്ക് ദൈവം കൊണ്ടുപോയത് കുറച്ചു നേരം കൂടിരുത്തി ഈ മഹത്വം ഒന്ന് പങ്കുവെക്കാമെന്ന് ഓർത്ത. പക്ഷേ ആ ഇദിയാന്മാർക്കത് പ്രാപിക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ഉറങ്ങിപ്പോയി. സ്തോത്രം. യോഗം കഴിഞ്ഞപ്പോഴാണ് ഉണർന്നത്. ഉണർന്നപ്പോൾ ഒരു ഉണർവോടാണ് ഉണർന്നത്. നമുക്ക് നമുക്ക് കെട്ടിടമൊക്കെ കെട്ടാവെന്നൊക്കെ പറഞ്ഞു, കുടിലൊക്കെ കെട്ടാവെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് ടൈം പാസ്സായിപ്പോയി, ടൈം കഴിഞ്ഞുപോയി, ഉണരുന്നത് താമസിച്ചു പോയി. ദൈവമഹത്വം പ്രാപിക്കാനുള്ള മാർഗം യേശുവിനോട് കൂടെ ഇരിക്കുന്നതാണെന്ന് പുസ്തകം പറയുന്നെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭ ഇനിയവും ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ഈ നേതൃത്വം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നിടത്തോളം കാലം പ്രാർത്ഥന കുറയാനിടയില്ല. ആമേൻ. ഉപവാസങ്ങൾ കുറയാനിടയില്ല. ദൈവവചന വ്യാപനം കുറയാനിടയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ ഉറപ്പ് അവർ പ്രാർത്ഥിച്ചെഴുന്നേറ്റ് പോകുകയില്ല. ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രഭ പറഞ്ഞതുപോലെ ദൈവ തേജസ്സും അവരുടെ കൂടെ നടക്കുന്ന ഒരു ഭയങ്കരത ഉണ്ടാവും. ദൈവ തേജസ്സിൻ്റെ ബഹുത്വം പ്രാപിക്കുന്ന ഒരു വാക്കൂടെ പരിചയപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ വാക്ക് മാത്രം ഞാൻ ഒറ്റ വാക്യത്തിൽ പരിചയപ്പെടുത്തിയേക്കാം. അത് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ൽ അപ്പോസ്തലനായ പൗലോസ് ദൈവമഹത്വം പ്രാപിക്കുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ അവിടെ പറയുന്നുണ്ട്. അതിങ്ങനെ പറയുന്നത്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോടെ ഒന്ന് അനുരൂപപ്പെടുത്തും. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുന്ന മഹത്വം കൈമാറുന്ന 2ാമത്തെ മേഖല അഭിഷേകത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ സഭ അത് പരിചയമുള്ള സഭയാ. ആത്മാവിലെ പ്രാർത്ഥന നമുക്ക് പരിചയമുള്ളതാ. അങ്ങനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇനിയുമുള്ള നല്ല നാളുകൾ ദൈവസഭയ്ക്ക് നഷ്ടത്തിൻ്റെതല്ല, ഒരു ദൈവപ്രവൃത്തിയുടെ നാളെയാ. എത്ര പേരത് വിശ്വസിക്കുന്നു? സമയം വൈകി നിൽക്കുന്നു. എനിക്ക് സമയം ഇത്ര എന്നറിയത്തില്ല, എനിക്ക് നിർത്താനുള്ള സമയമേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് സമയം എത്ര എന്നറിയത്തുള്ളൂ. അതുകൊണ്ട് സമയം എത്ര എന്നറിയാതെ പ്രസംഗിക്കുന്ന ഞാൻ ഇനിയും നിങ്ങളെ കൈയടിപ്പിക്കാൻ കൊണ്ടുപോയാൽ നിങ്ങൾ പിണങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ മഹാസാന്നിധ്യം നമ്മുടെ മേൽ വരുന്ന ഒരു ദിവസം നമ്മൾ അനുവദിക്കുമെങ്കിൽ, അല്ല ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ കർത്താവിൻ്റെ കൂടെ ഞാൻ ഇരിക്കുമെന്നും ആ അഭിഷേകത്തിന് ഒരു സാധ്യതയുണ്ടെന്നും നമ്മളൊന്ന് തുറന്ന് സമ്മതിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പേ അസാധാരണ അത്ഭുതം. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പ്രഭ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ദൈവസഭയ്ക്ക് വരുന്ന നാളുകൾ വിദൂരമല്ല. ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ യേശുവിനെ ഒരു വാക്കിൽ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സന്ദേശത്തിൻ്റെ ലക്ഷ്യം തെറ്റും. അവിടെ പറയുന്നുണ്ട് കർത്താവിൻ്റെ മഹത്വം. കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനത്തിൽ ആ മഹത്വം നമുക്ക് കാണാൻ പറ്റും. യേശുവിൻ്റെ അത്ഭുതത്തിൽ, ആദ്യത്തെ അത്ഭുതത്തിൽ കാനാവിൽ അത് വെളിപ്പെടുത്തിയതാണ്. ശുശ്രൂഷയിൽ ഉടനീളം മഹത്വം വെളിപ്പെടുത്താണ്. എന്നാൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ മഹത്വം വെളിപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, 12-ാം അധ്യായമാണെന്ന് തോന്നുന്നു.
ഞാൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നു. സുവിശേഷത്തെ എതിർക്കുന്ന കുറേ പേരൊക്കെ പറയുന്നത് യേശുവിൻ്റെ ഗതികെട്ട സമയമാതെന്നാ. പക്ഷേ പുസ്തകം പുത്രനെക്കുറിച്ച് ഉറപ്പിച്ചു പറയുന്നു, പുത്രൻ മഹത്വപ്പെട്ടത് ആ ക്രൂശീകരണത്തിൻ്റെ രംഗത്താണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, അങ്ങനൊരു മഹത്വവേദിയുടെ പരിണിത ഫലമാ ഈ ജനക്കൂട്ടം. എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനൊരു മഹത്വം യേശു ക്രിസ്തുവിന് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനൊരു യോഗമുണ്ടാകുമായിരുന്നില്ല. ഇന്ന് രാത്രി ഇങ്ങനൊരു യോഗമുണ്ടായത് യേശു ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപേ കാൽവറിയുടെ ഗോൽഗോഥ മലയിൽ മാനവരാശിക്ക് വേണ്ടി തകർന്ന ഒരു മഹത്വമുണ്ട്. അത് മനുഷ്യന്റെ സകല രോഗങ്ങളെയും വഹിക്കുന്ന മഹത്വമായിരുന്നു. അത് മനുഷ്യന്റെ വേദനകളെ ചുമക്കുന്ന മഹത്വമായിരുന്നു. ഗത്സമനയും ഗബഥയും ഗോൽഗോഥായും ഒരു ദൈവവൈതലിന്റെ ധ്യാന വിഷയമാക്കിയാൽ ആ ഗബഥയും ഗോൽഗോഥായും ദൈവവൈതലിന് നൽകുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വങ്ങളിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ പരാമർശിച്ചാലേ അത് ക്ലിയർ ആകത്തുള്ളൂ. വിരോധം സഹിച്ച ഒരു ദൈവമുണ്ട്, പ്രതിസന്ധികളിലൂടെ പോയ ഒരു ദൈവമുണ്ട്. ആ പ്രതിസന്ധികളിലൂടെ പോയ ദൈവം, യേശു പോയ പ്രതിസന്ധി കാറ്റും കടലുമായിരുന്നില്ല. കാറ്റും കടലുമുള്ള ദിവസം അവൻ ഉറങ്ങിയെന്നാണ് പറയുന്നത്. അതവന് പ്രതിസന്ധി ആയിരുന്നില്ല, അത് ശിഷ്യന്മാർക്കേ പ്രതിസന്ധി ആയിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ യേശുവിന് പ്രതിസന്ധി ഉണ്ടായത് അറിയാമോ? അവൻ പിതാവിനാൽ കൈവിടപ്പെട്ടവനായി അവനിക്കും ആകാശത്തിനും മധ്യേ മാനവരാശിയുടെ പാപം ചുമന്നുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ കിടക്കുന്ന ആ ഭയങ്കര വേദന ദിവസമുണ്ടായിരുന്നു. അതിലൂടെ കിട്ടിയതാണ് ഈ മഹത്വമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം, എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. ദൈവ പൈതലിന് ഒരുക്കിയിരിക്കുന്ന മഹത്വം നാം പ്രാപിക്കണം. അതിനായിട്ടാണ് നമ്മുടെ വിളി, നമ്മുടെ പഠനവും നമ്മുടെ ശുശ്രൂഷയും ഈ കൺവെൻഷനും അതിനായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ മറ്റൊരു പ്രാവശ്യവുമില്ലാത്ത പല ശുശ്രൂഷകളും ഈ കൺവെൻഷൻ പകൽ യോഗങ്ങളിൽ സമൂഹം ചെയ്യുന്നുണ്ട്, നമ്മുടെ നേതൃത്വം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനത്തിനല്ല, മറിച്ച് നമുക്ക് ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ ചില പ്രതാപങ്ങളെ മടക്കിക്കൊണ്ടുവരുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറുമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോട് പറയട്ടെ, നിങ്ങളെ എല്ലാവരെയും ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. പണങ്ങില്ലെന്നറിയാം, പോകേണ്ട നേരമായോണ്ട് ഈ കൈക്ക് എല്ലാം കൂടെ അങ്ങ് പോകാൻ തക്കവണ്ണം എഴുന്നേൽക്കാം. പ്ലീസ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്. ദൈവസഭയിൽ ആത്മാവിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രഭ ആമേൻ ശുശ്രൂഷ 1 മിനിറ്റ് എനിക്ക് വേണ്ടി നേരത്തെ നിർത്തിയത് എൻ്റെ സന്ദേശം കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് നേരത്തെ നിർത്താം നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചത് എൻ്റെ പൊന്നു കൂടപ്പറപ്പുകൾ പോകാനല്ല, ആയിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തി പറ്റുമോ? ആമേൻ, ആ കൈ ഒന്ന് ഉയർത്തിക്കേ, വായൊന്ന് തുറന്നേ. കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഈ കൺവെൻഷനിൽ ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു. അത് വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഒന്ന് തട്ടിക്കേ, അഭിഷേകത്തോടൊന്ന് പറഞ്ഞ് നിന്റെ കൂടിയിരുന്ന് ചിലത് പ്രാപിക്കുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറുമെന്ന് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു പറയുമെങ്കിൽ ഉറപ്പിക്കുന്നു, ഇത് നമ്മുടെ ദൈവപ്രവൃത്തിയുടെ നാളെയാണ്. നമ്മുടെ സമൂഹത്തിൽ മറ്റെങ്ങുമില്ലാത്ത അത്ഭുതങ്ങൾ നാം കാണാൻ പോകുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പറയുന്ന ദൂതാണ്. എൻ്റെ മനസ്സാക്ഷിയോട് ദൈവം ഇടപെട്ട് പറയുന്ന ദൂതാണ്. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണും, അനുഗ്രഹങ്ങൾ കാണും, വിടുതലുകൾ സംഭവിക്കും, ദൈവസഭ പണിയും. ഒരു ശക്തിക്കും ഇതിനെ തടയാൻ കഴിയാതെ ഏത് പ്രതിസന്ധികളുടെ ബാരിക്കേഡുകളും നമ്മൾ തകർത്തുകൊണ്ട് മുന്നേറും. അങ്ങനെയാണെങ്കിൽ അതിനായി ഒരുങ്ങാം, യേശുവിൻ്റെ തേജസ്സ് പ്രാപിക്കാം. അതിനായി നമുക്കൊരുങ്ങാം.